തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം നിലച്ചിട്ട് ഒരു മാസത്തോളമായി. കാലാവസ്ഥ അനുകൂലമായിട്ടും മണൽ നീക്കം നടത്താത്തത് വരും മാസങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെയാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല, ഈ സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുന്നേ മുതലപ്പുഴ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു. ഇപ്പോൾ മുതലപ്പുഴയിൽ കടൽ ശാന്തമാണെന്നും ഒരു മാസം കൂടി ഈ സ്ഥിതി തുടരുമെന്നും അതേസമയം മാർച്ചോടെ കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ കാലയളവിൽ മണൽ നീക്കം സുഗമമായി നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ അഴിമുഖത്ത് അടിഞ്ഞുകൂടി മണൽത്തിട്ടയായി രൂപം കൊണ്ട ഭാഗം പൂർണ്ണമായും നീക്കിയില്ലെങ്കിൽ സ്ഥിതി പഴയതിലും രൂക്ഷമാകുമെന്ന കണക്കുകൂട്ടലാണ് മത്സ്യത്തൊഴിലാളികൾ അധികൃതരെ കണ്ടത്. പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പുനരാരംഭിച്ച മണൽ നീക്കം നിരവധി കടമ്പകൾ കടന്നാണ് ഭാഗികമായിട്ടെങ്കിലും നടന്നത്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡ്രഡ്ജർ വീണ്ടും പണിമുടക്കിയതിനെ തുടർന്ന് മണൽ നീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഡ്രഡ്ജിംഗ് എന്ന് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പും നൽകുന്നില്ല. ഇതാണ് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തിയത്. അതേസമയം സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പറയുന്നു. ഡ്രഡ്ജറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പലതവണയാണ് മണൽ നീക്കം തടസ്സപ്പെട്ടത്. പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാരിന്റെയും ഹാർബർ വകുപ്പിന്റെയും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഡ്രഡ്ജറിന്റെ കേടുപാടുകൾ തീർത്ത് മണൽ നീക്കൽ വേഗത്തിലാക്കിയത്. എന്നാൽ അടിക്കടിയുണ്ടാകുന്ന ഡ്രഡ്ജറിന്റെ സാങ്കേതിക തകരാറുകൾ അധികൃതർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ തലവേദനയാവുകയാണ്. ജനം, തിരുവനന്തപുരം.